UGC കൊണ്ടുവന്നിട്ടുള്ള കരട് ചട്ട ഭേദഗതിക്കെതിരെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഈയിടെ അവതരിപ്പിച്ച കരട് ചട്ട ഭേദഗതിക്കെതിരെ ഇന്നലെ സംസ്ഥാന സർക്കാർ ചെലവിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ദേശീയ സമ്മേളനം അത് രാഷ്ട്രീയ പ്രേരിതമാണ്, നിയമവിരുദ്ധമാണ്, അതോടൊപ്പം തന്നെ ഭരണഘടനാ വിരുദ്ധവും കൂടിയാണ്. ഇത് കേവലം കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് LDFിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും പ്രചരണത്തിൻ്റെ വേദിയാക്കി ഈ കൺവെൻഷനെ മാറ്റുകയാണ് ചെയ്തത്. മാത്രമല്ല BJPക്കും കേന്ദ്ര ഗവൺമെൻറ്റിനുമെതിരെ ദേശീയ തലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള IND സഖ്യത്തിൻ്റെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ വിശാല സമ്മേളനമായിരുന്നു ഇന്നലെ സർക്കാർ ചെലവിൽ തിരുവനന്തപുരത്ത് നടത്തിയത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി എല്ലാ സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾക്കും അതേപോലെ സർവകലാശാലകൾക്കും രേഖാമൂലം നിർദ്ദേശം നൽകി. അതായത് സർവകലാശാലകളിൽ നിന്ന് അതുപോലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്ന് അധ്യാപകർ പങ്കെടുക്കണം, ജീവനക്കാർ പങ്കെടുക്കണം, വിദ്യാർത്ഥികൾ പങ്കെടുക്കണം. മാത്രമല്ല ഓരോ സ്ഥാപനത്തിനും പങ്കെടുക്കേണ്ടവരെ ക്വാട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ എത്രയായിരിക്കണം, അധ്യാപകർ എത്രയായിരിക്കണം, ജീവനക്കാർ എത്രയായിരിക്കണം, ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികൾ എത്രയായിരിക്കണം, ഇങ്ങനെ ഓരോ ക്വാട്ട നിശ്ചയിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഓരോ സർവകലാശാലയും സ്ഥാപനവും ഈ കേന്ദ്ര വിരുദ്ധ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ ചെലവ് ഈ സ്ഥാപനങ്ങളും സർവകലാശാലകളും വഹിക്കണം. മാത്രമല്ല അവർക്ക് ഡ്യൂട്ടി ലീവ് അനുവദിക്കണം, വിദ്യാർത്ഥികൾക്ക് അവധി അനുവദിക്കണം. ഇത്തരത്തിൽ സർവകലാശാലകളുടെ പണം, ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളുടെ പണം, അതോടൊപ്പം തന്നെ പൊതുഖജാനാവിലെ പണം, ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് UGC ഈ ചട്ട ഭേദഗതിക്കെതിരെ സംസ്ഥാന സർക്കാർ ഇന്നലെ തിരുവനന്തപുരത്ത് ഈ ഒരു ദക്ഷിണേന്ത്യൻ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് കേവലം രാഷ്ട്രീയ പ്രേരിതമാണ്. ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടൊരു സമ്മേളനത്തിന് LDFിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുന്നതിന് ഭാഗമായിട്ടുള്ള ഈ സമ്മേളനം പൊതുഖജാനാവിൽ നിന്ന് പണമെടുത്തുകൊണ്ട് നടത്തുക എന്നുള്ളത് നിയമവിരുദ്ധമാണ്. സംസ്ഥാന സർക്കാർ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയിട്ട് പൊതുഖജാനാവിലെ പണം വിനിയോഗിക്കുക എന്നുള്ളത് അത് നഗ്നമായ നിയമലംഘനമാണ്. മാത്രമല്ല നമ്മുടെ സർവകലാശാല എന്ന് പറയുന്നത് സ്വയംഭരണ സ്ഥാപന, ആ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംസ്ഥാന സർക്കാർ നിയന്ത്രിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് കർശനമായ നിർദ്ദേശം നൽകുക എന്ന് പറയുന്നത് അത് ഭരണഘടനാ ലംഘനവും കൂടിയാണ്. മാത്രമല്ല സംസ്ഥാന സർക്കാർ ചെലവിൽ നടക്കുന്ന ഒരു സമ്മേളനത്തിൽ ഇന്നലെ പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാരിനെതിരായിട്ട് വിമർശനം, BJPക്കെതിരെ വിമർശനം, അതോടൊപ്പം തന്നെ ഗവർണർമാർക്കെതിരായിട്ട് അതിരൂക്ഷമായ വിമർശനമാണ് എല്ലാവരും നടത്തിയത്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ പൊതുഖജാനാവിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുഖജാനാവ് ചെലവഴിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ഒരു സമ്മേളനത്തിൽ ഗവർണർമാരെ വിമർശിക്കുക എന്ന് പറയുന്നത് അത് ഭരണഘടന വിരുദ്ധമാണ്, നഗ്നമായ ഭരണഘടന ലംഘനമാണ് ഇതുവഴി സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ളത്. മാത്രമല്ല ഇതിൽ പങ്കെടുത്തത് ഇപ്പോൾ കരട് ഭേദഗതിയെ സംബന്ധിച്ച് ചർച്ച നടത്താനും ആവശ്യമായ ഭേദഗതികൾ നിർദ്ദേശിക്കാനുമാണ് ഇങ്ങനൊരു സമ്മേളനം വിളിച്ചതെങ്കിൽ എല്ലാ സംസ്ഥാന സർക്കാരുകളെയും വിളിക്കാമായിരുന്നു. ഇത് വിളിച്ചിരിക്കുന്നത് IND മുന്നണിയിലെ ഘടകകക്ഷിയായിട്ടുള്ള DMK ഭരിക്കുന്ന തമിഴ്നാട്ടിലെ ഗവൺമെൻറ്റിനെ ക്ഷണിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലെയും കർണാടകത്തിലെയും ഗവൺമെൻറ് ക്ഷണിച്ചിട്ടുണ്ട്. ബാക്കി ഒരു സംസ്ഥാന സർക്കാരുകളെയും ക്ഷണിച്ചിട്ടില്ല.
അതിൻ്റെ അർത്ഥം എന്താ? സംസ്ഥാന സർക്കാർ മറ്റൊരു സംസ്ഥാന സർക്കാരുകളും ക്ഷണിച്ചിട്ടില്ല. അപ്പോൾ ഇത് IND സഖ്യത്തിൻ്റെ ഒരു പ്രചരണ വേദിയായിട്ടാണ് ഇതിനെ മാറ്റിയിട്ടുള്ളത്. മാത്രമല്ല, ഇതിൽ പങ്കെടുത്തത് തമിഴ്നാട്ടിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുത്തു, കർണാടകത്തിലെയും തെലങ്കാനയിലെയും വിദ്യാഭ്യാസ മന്ത്രിമാർ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ പങ്കെടുത്ത എല്ലാവരും പ്രസംഗിച്ചത് അത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടാണ്, അതുപോലെ ഗവർണർമാർക്കെതിരായിട്ടാണ്. പച്ചയായിട്ട് കാവ്യവൽക്കരണത്തിന് BJP നടത്തുന്ന കാവ്യവൽക്കരണത്തിനെതിരായിട്ടാണ് അവർ ഇന്നലെ പ്രസംഗിച്ചത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ പരസ്യമായി വിമർശനം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, നമ്മൾ അറിയേണ്ടത് ഇത് ഭേദഗതി നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ടല്ല. ഭേദഗതി നിർദ്ദേശിക്കാൻ ഫെബ്രുവരി 28 വരെ സമയമുണ്ട്. എല്ലാ സർവകലാശാലകളും അവർ ഇക്കാര്യം ചർച്ച ചെയ്തിട്ട് ഭേദഗതി ഇതിനകം അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ വിവരം വൈസ് ചാൻസലർമാർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്തിനാണ് ഈ സമ്മേളനം സംഘടിപ്പിച്ചത്? അപ്പോൾ അതുകൊണ്ട് ഞാൻ BJP പറയാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു IND സഖ്യത്തിൻ്റെ സമ്മേളനമാണ്. അതിനായിട്ട് സർക്കാർ പൊതു ഖജാനാവിലെ പണം ഉപയോഗിച്ചത് നിയമവിരുദ്ധമാണ്. അതിൽ നടത്തിയ പരാമർശങ്ങളും പ്രസംഗങ്ങളും ഭരണഘടനാ വിരുദ്ധമാണ്.